വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അർജുനെ വെറുതെ വിട്ടതിന് പിന്നാലെ കോടതിയിൽ നാടകീയ രംഗങ്ങൾ. പോക്സോ കോടതിക്ക് മുമ്പിൽ അലമുറയിട്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും. നീതി ലഭിച്ചില്ലെന്ന പെൺകുട്ടിയുടെ അമ്മ. പണം കൊടുത്ത് കേസ് അട്ടിമറിച്ചെന്നും ആരോപണം. കോടതിയിൽ നിന്നും പോകില്ലെന്നുറപ്പിച്ച് പെൺകുട്ടിയുടെ ബന്ധുക്കൾ. സുബിൻ തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. സുബിൻ, വലിയ നാടകീയമായ രംഗങ്ങളാണ് ഈ കോടതിക്ക് മുന്നിൽ ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രോസിക്യൂഷന്റെ ഒരു അലംഭാവം തന്നെയാണോ ഈ കേസിൽ പ്രതിയെ വെറുതെ വിടുന്നതിലേക്കുള്ള ഉത്തരവിലേക്ക് കോടതി എത്താൻ സാഹചര്യമായത്? ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ, അതായത് ഏത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ പ്രതിയെ വെറുതെ വിട്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നിലവിൽ ഒറ്റ വാക്കിൽ ഈ വിധി പ്രസ്താവിക്കുകയായിരുന്നു ജഡ്ജ്. കട്ടപ്പന അതിവേഗ പോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജി മഞ്ജു വിയുടേതാണ് വിധി. പ്രതിയെ വെറുതെ വിട്ടു എന്ന ഒറ്റ വാക്കിൽ പ്രസ്താവിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഒരു ജഡ്ജിമെന്റിന്റെ വിശദമായ വിവരങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രതിയെ വെറുതെ വിട്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരും. എന്തായാലും അത്യന്തം നാടകീയമായ രംഗങ്ങൾക്കും അതുപോലെ തന്നെ വൈകാരികമായ രംഗങ്ങൾക്കുമാണ് ഈ ഒരു കട്ടപ്പന അതിവേഗ പോക്സോ കോടതി സാക്ഷ്യം വഹിച്ചത്. ഈ വിധി വന്നതിന് പിന്നാലെ തന്നെ ഈ മാതാപിതാക്കൾ, കുട്ടിയുടെ മാതാവും അതുപോലെ തന്നെ വല്യമ്മയും വലിയ രീതിയിൽ അലമുറയിട്ട് കരയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോക്സോ കോടതിക്ക് മുമ്പിൽ നിന്ന് അവർ അലമുറയിട്ട് കഴിഞ്ഞ് താഴേക്ക് വരികയും അതൊരു അക്രമ സ്വഭാവത്തിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും അത്രത്തോളം വൈകാരികമായാണ് ബന്ധുക്കൾ ഈ ഒരു കാര്യത്തെ എടുത്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഇതിൽ ഒരു വധശിക്ഷ അടക്കം ലഭിക്കണമെന്നൊരു ആവശ്യം ഈ കുട്ടിയുടെ പിതാവ് രാവിലെ മാധ്യമങ്ങളുമായി കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. അതായത് ഒരു വധശിക്ഷയിൽ പറഞ്ഞതൊന്നും പ്രതിയായിരുന്ന അർജുൻ അർഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ മറിച്ചൊരു വിധി ഉണ്ടായതിലാണ് നിലവിൽ ഇപ്പോൾ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈ ഒരു കുടുംബം പ്രധാനമായും ഉള്ളത്. ശരി, ബന്ധുക്കളുടെ പ്രതിഷേധമാണ് കോടതിയിൽ കാണാൻ സാധിക്കുന്നത്. പ്രോസിക്യൂഷന്റെ അലംഭാവമാണ് പ്രതിയെ വെറുതെ വിടാൻ സഹായിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. സുബിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.